ഹായ് ഓൾ. ഇന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും അമ്മമാരായിരിക്കും അല്ലേ? പി എസ് സി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പാതി വഴിക്ക് ഇങ്ങനെ നിൽക്കണവരായിരിക്കും. സ്വപ്നം അത് വല്ലാത്തൊരു ടേമാണ് കേട്ടോ. കോളേജ് ടൈമിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ പോലും ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഒരു സ്വപ്നമാവാണ്ടിരുന്ന ഞാൻ, സ്വപ്നം എന്നൊന്നും പറയാൻ പറ്റൂല, ചിന്തയെ പോലും വന്നിട്ടില്ലാത്ത ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്നിപ്പോൾ ദേ ഇങ്ങനെ കൈ നിൽക്കുന്നു. എനിക്കിപ്പോൾ അതിന് സ്വപ്നം എന്ന് പറയണേക്കാൾ കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയാനാണ് ഇഷ്ടം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറുമ്പോൾ സ്വപ്നം എന്നതിനേക്കാൾ ഉപരി ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രയോറിറ്റിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഈ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ തിരിച്ചറിവും ബോധവും ഒക്കെ വരുന്നത് ആഫ്റ്റർ മാരേജ് ആണ്. എന്ന് പറഞ്ഞാൽ കല്യാണശേഷമാണ് നമ്മുടെ ഒരു കാര്യത്തിനും കയ്യിൽ പൈസ ഇല്ലാത്ത നമ്മളെ നമുക്ക് തന്നെ ഇഷ്ടമില്ലാണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്കൊരു ചിന്ത വരുന്നത്, ഞാനൊന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, മിനിമം എൻ്റെ കാര്യങ്ങളെങ്കിലും എനിക്ക് നോക്കാൻ കഴിയണം. ആ സമയത്ത് അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് വലിയ വലിയ സ്വപ്നങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഒരു ജോലി വേണം, എന്തെങ്കിലും ഒരു ചെറിയ സാലറിയെങ്കിലും കിട്ടുന്ന ജോലി വേണം, ഒരു സ്ഥിരതയുള്ള ജോലി വേണം എന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റി ആവുകയാണ്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. പല പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിൻ്റെ ഇടക്ക് എനിക്ക് വയ്യ, എനിക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല, അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കാൻ എളുപ്പമാണ്, അത് ആർക്കും പറ്റും. എന്നാൽ എനിക്ക് ഞാനല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഞാനുണ്ട്, അങ്ങനെ ഒരു ധൈര്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ പുറകോട്ടേക്ക് നോക്കൂല. പിന്നെ നമ്മൾ അങ്ങനെ പതിയാണെങ്കിലും മുന്നോട്ടേക്ക് പോയിക്കോളും. അങ്ങനെ പോകുമ്പോൾ പരാജയങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ സ്വാഭാവികമല്ലേ. പക്ഷെ ശ്രമിക്കുന്നവർക്കല്ലേ മിനിമം പരാജയമെങ്കിലും കിട്ടുള്ളൂ. ഇന്ന് നമുക്കുണ്ടാകുന്ന ഓരോ പരാജയങ്ങളും നാളെ നമ്മൾ വിജയിക്കുമ്പോൾ അതിൻ്റെ മാധുര്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ വലിച്ചു താഴേക്കിടാൻ കുറേ ആൾക്കാരുണ്ടാകും. അതിപ്പോൾ മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ, നമുക്ക് അത്രയും വിഷമം തന്ന് നമ്മളെ ഒരു പടി മുന്നോട്ടേക്ക് നീങ്ങാൻ സമ്മതിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ അതൊന്നും കാര്യമാക്കരുത്. വലിച്ച് താഴേക്കിടാൻ നോക്കുമ്പോൾ പിന്നോട്ടേക്ക് പോവരുത്, എഴഞ്ഞെഴഞ്ഞാണെങ്കിലും മുന്നോട്ടേക്ക് വരണം. ഇപ്പോൾ പി എസ് സി പഠിക്കുന്ന ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെയുള്ള ടൈമൊന്നും പഠിക്കാൻ നമുക്ക് അവൈലബിൾ ആയിക്കോളുന്നില്ല. പക്ഷെ നമ്മൾ ഉള്ള സമയത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റണം എന്നുള്ളതാണ്. എന്തായാലും നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ നമുക്ക് സമയം ചെലവഴിക്കും. ആ സമയത്ത് നമുക്കിപ്പോൾ ഫോണുണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്, അത് വെച്ച് ക്ലാസ് കേൾക്കാം. അല്ലാതെ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഉള്ള സമയത്തെ നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കണം, യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ LD എക്സാമിൻ്റെ സമയത്ത് എൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്താണ്. ഞാൻ പ്രഗ്നൻസി ടൈമിലാണ് എൻ്റെ LD എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഹോസ്പിറ്റലാകുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് വരെ ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് പഠിക്കാനും അവരെ കൂടെ ഇരുന്ന് പഠിക്കാനും നമുക്ക് പറ്റില്ല. എന്നാലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാമല്ലോ. അത്രയും കൂടെ നേരം ഒരുമിച്ച് കൂടെ ഇരിക്കാൻ പറ്റൂലെങ്കിലും കുറച്ച് നേരം ഇരുന്ന് വായിക്കും, കുറച്ച് നേരം അതിലൂടെയൊക്കെ ഒന്ന് നടന്ന് വായിക്കും, കുറച്ച് നേരം ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേൾക്കും. അങ്ങനെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പിന്നോട്ട് പോയില്ല, എഴഞ്ഞാണെങ്കിലും ഞാൻ മുന്നോട്ടേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമാണേ, നമുക്കറിയാലോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു, ഹോർമോണൽ ഇംബാലൻസസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, പറയണ്ട അല്ലേ, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. വേണ്ടാന്ന് വിചാരിച്ച് തളർന്ന് മാറി നിൽക്കാൻ വേണ്ടി 1000 കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത്രയും കാലം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇതുപോലൊരു കാര്യം നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ, ഇതുപോലെയെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആവുക,
കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കഷ്ടപ്പാടല്ല. അത് നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഒരു അനുഗ്രഹമാണ്. ആ ഒരു അനുഗ്രഹത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ അതുപോലെ ആഗ്രഹിക്കുന്ന വേറൊന്ന് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല. ഞാൻ അന്നേരം വിശ്വസിച്ചത് ഞാൻ ആഗ്രഹിച്ച 2 കാര്യങ്ങളും എനിക്ക് ഒരേ സമയത്ത് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഇപ്പൊ ഒന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിക്കാണ്. ഡെലിവറി കഴിഞ്ഞ് 14-ാമത്തെ ദിവസമായിരുന്നു എൻ്റെ LD എക്സാം. ഡേറ്റ് വന്നപ്പോൾ എല്ലാവരും ഡേറ്റ് ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. കാരണം സെപ്റ്റംബറിൽ പറഞ്ഞ LD എക്സാം ആയിരുന്നു. എനിക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞത് ഒക്ടോബറിലായിരുന്നു. സെപ്റ്റംബറിൽ LD എക്സാം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എക്സാമൊക്കെ എഴുതി ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം. പക്ഷേ പിന്നെ ബാക്കിയുള്ള എക്സാമൊക്കെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ വയനാട് LDയും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് അത് ഒക്ടോബറിലോട്ട് ഡേറ്റ് മാറ്റി. എനിക്ക് ഒക്ടോബറിലാണ് ഡെലിവറി ഡേറ്റ് ഉള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നാലോചിച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ഡിപ്രസ്ഡ് ആയി. ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ ഒരാളുടെ ലൈഫിൽ നടക്കുന്നത്. ആ സമയത്താണ് ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായത്. അതിലുള്ള ആരെങ്കിലും വിചാരിച്ചാണോ നാളെ എണീക്കുമ്പോൾ ഞങ്ങളില്ലാന്ന്? ആരെങ്കിലും വിചാരിച്ചാണോ? അവർക്കൊക്കെ നാളെക്കുറിച്ച് എന്തൊക്കെ പ്രിപ്പറേഷൻസോട് കൂടെ നിന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് എന്ന് ഒക്ടോബറിൽ നടക്കുന്ന പരീക്ഷയെ കുറിച്ച് നീ ഇപ്പം തന്നെ ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. അത് നിനക്ക് എഴുതാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിനക്ക് എഴുതാൻ പറ്റും എന്ന് കരുതി ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആക്കണ്ട. പഠിക്കാതിരിക്കണ്ട. നമുക്കറിയില്ലല്ലോ നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് എനിക്ക് ധൈര്യം വന്നത്. അങ്ങനെ ആ ഒരു വാക്ക് കേട്ടേ പിന്നെ ഞാൻ പഠിക്കാതിരുന്നിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ പഠിച്ചായിരുന്നു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് എക്സാമിന് പോണോ പോണ്ടയോ എന്നുള്ള ചർച്ചകളായി. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് പറഞ്ഞു, പോണ്ട, അത്രേ ദിവസമേ ആയിട്ടുള്ളൂ, അത്ര സമയം അടുപ്പിച്ച് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. പിന്നെ സ്റ്റിച്ചൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല പെയിൻ ആയിരുന്നു. ഒറ്റയ്ക്ക് എണീക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അത്ര പെട്ടെന്ന്, എൻ്റെ സെക്കൻഡ് ഡെലിവറി ആയിരുന്നു, അത്ര പെട്ടെന്ന് ഇതിൽ നിന്നും റിക്കവറായി ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എക്സാമിൻ്റെ തലേന്ന് പോലും എനിക്ക് ബെഡിൽ നിന്ന് ഒറ്റയ്ക്കൊന്ന് എണീറ്റ് ഇരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര റിക്കവറി ടൈം കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് ഇതിൽ 2ാമത്തെ പ്രഗ്നൻസിയിൽ. പക്ഷെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയും നാളും കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് പോകണം എന്നുള്ളത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ തലയണേൻ്റെ അടുത്ത് തന്നെ ബുക്കൊക്കെ വെച്ചു. എല്ലാവരും പറയും, പണ്ടത്തെ ആൾക്കാർ പറയും, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ബുക്ക് വായിക്കാൻ പാടില്ല, ഫോൺ നോക്കാൻ പാടില്ല. ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്, ഞാൻ ഫോൺ നോക്കിയിട്ടുണ്ട്, PDF വായിച്ചിട്ടുണ്ട്, ക്ലാസ് കേട്ടിട്ടുണ്ട്. കാരണം അതൊക്കെ ഇപ്പം ഞാൻ പറയും അതെൻ്റെ സ്വപ്നമാണ്. എൻ്റെ ആ ഒരു സ്വപ്നം നേടാൻ വേണ്ടിയിട്ട് എനിക്ക് സ്വീകരിക്കേണ്ട കുറച്ച് വഴികളാണ്. അത് പണ്ട് ഉള്ള ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു എന്ന് വെച്ചാൽ എനിക്കത് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. എന്തൊക്കെയോ പറയുന്നു എന്നല്ല, അതിന് ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനേക്കാളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രയോറിറ്റി കൊടുത്തത് ഈ ഒരു കാര്യത്തിനായതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാമിന് പോണോ പോണ്ടയോ എന്നുള്ളത് ഡോക്ടറോടൊന്ന് കൺസൾട്ട് ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായം വന്നു. പക്ഷെ ഞാൻ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തില്ല. കാരണം ഡോക്ടറുടെ ഭാഗത്തുനിന്നൊരു നോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകണമായിരുന്നു. എനിക്ക് പോകണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം ഞാൻ അത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. എക്സാമിന് പോവാതെ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഉള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് അറിയായിരുന്നു ഞാനെടുത്ത എഫേർട്ടിൻ്റെ വില. എന്നെ അങ്ങനെ പഠിച്ചോൻ കൈവിടൂല എന്ന് എനിക്കറിയായിരുന്നു. ഈ എക്സാം എനിക്കുള്ളതാണ്. അങ്ങനെ എന്തായാലും ഞാൻ എക്സാം എഴുതാൻ പോയി. ആ എക്സാം എനിക്ക് വളരെ ഈസി ആയിരുന്നു. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്കറിയാം ഇതെനിക്ക് കിട്ടും, ഇതെനിക്ക് വിധിച്ചിട്ടുള്ള പരീക്ഷയാണെന്ന് എനിക്കറിയായിരുന്നു. അവിടെയാണ് ഭാഗ്യം എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങളല്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്.
അതിലൊന്നും കാണാതെ പക്ഷേ SCERT വെച്ച് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻ്റെ മുന്നോട്ട് വന്നപ്പോൾ അവിടെയാണ് എനിക്കുള്ള ഭാഗ്യമുള്ളത്. ഞാൻ കൊണ്ടുപോയ പേന മാറിപ്പോയി. ജെൽ പേനാണ് കൊണ്ടുപോയത്. അത് ഉപയോഗിക്കരുതെന്ന് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ OMRൽ രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്തത് അതുകൊണ്ടാണ്. അടുത്തിരിക്കുന്ന കുട്ടീനോട് ഒരു എക്സ്ട്രാ പേന തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി തന്നു. ആ കുട്ടിയുടെ ആ മനസ്സിൽ അവിടെയാണ് എൻ്റെ ഭാഗ്യം ഇരിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്കിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റി. അത്രയും നേരം ഇരുന്ന് പരീക്ഷ എഴുതാൻ പറ്റി. അവിടെയാണ് എൻ്റെ ഭാഗ്യം ഇരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെയൊക്കെയാണ് ഭാഗ്യം ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒന്നും പഠിക്കാതെ ഭാഗ്യമല്ല എനിക്ക് കൊണ്ടുത്തരും എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് ഭാഗ്യം കിട്ടുള്ളൂ. ഇങ്ങനത്തെ ഫോമിലാണ് നമുക്ക് ഭാഗ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആരെങ്കിലും മനസ്സൊക്കെ മടുത്ത് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞോട്ടെ, ആ ഒരു പീരീഡിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് എനിക്കിത് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പറ്റും. മനസ്സ് മടുത്തിരിക്കേണ്ട, എന്തായാലും പറ്റും. നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ടൈം പീരീഡ് വ്യത്യസ്തമായിരിക്കുന്നു മാത്രം. എനിക്ക് ഇന്ന് കിട്ടിയെങ്കിൽ നിങ്ങൾക്കത് നാളെ കിട്ടും. നിങ്ങളെടുക്കുന്ന എഫേർട്ട് ഒന്നും വെറുതെ ആയി പോവില്ല. അത് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് മടി പിടിച്ച് ആരും ഇരിക്കണ്ട. എല്ലാവരും പഠിക്കുക, മുന്നേറുക. തളർത്താൻ നോക്കുന്നവരുടെ മുമ്പിൽ എണീച്ച് നിന്ന് ചിരിക്കാൻ നമുക്ക് കഴിയണം. ഗോ അഹെഡ്.